എന്തുകൊണ്ടാണ് ഇസ്ലാം അഭിമാനമാകുന്നത്? ഒന്ന്, ഇസ്ലാം സമ്പൂർണ്ണമായ ജീവിത പദ്ധതിയാണെന്നുള്ളത്. അത് വിശദീകരിക്കാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് ബോധ്യപ്പെടുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമ്പൂർണ്ണം, ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് അത് പറയാതെ വിട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിരക്ഷരതയെക്കുറിച്ച് നമുക്ക് ഇസ്ലാമിൻ്റെ പ്രമാണമാകുന്ന പരിശുദ്ധ ഖുർആൻ്റെ ആധികാരികത പറയുന്ന സമയത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. നിരക്ഷരനാകുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഒരു ആദർശം മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും ഏതേതു പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് വന്നാൽ അത് ദൈവികമല്ലാതെ തരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരു നിരക്ഷരനാകുന്ന ഒരു മലയാളിയോട് നമ്മൾ പറയാണ്, ഒരു 10 മന്ത്രങ്ങൾ നീ ഒന്ന് എഴുതി തരണം എന്ന് പറയണമെന്ന് സങ്കല്പിച്ചോളൂ. അല്ലെങ്കിൽ പറഞ്ഞു തരണം. നല്ല പ്രാസമുത്തിച്ച, നല്ല ആദർശബോധമുള്ള, നല്ല ആശയമൊക്കെ ഇങ്ങനെ ഘനീഭവിച്ച് നിൽക്കുന്ന ഒരു 10 മന്ത്രം നീ ഒന്ന് നിർമ്മിക്കണം എന്ന് പറഞ്ഞാൽ ആൾ കയ്യും വന്നെത്തും എന്ന് പറയും. നമ്മൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാമല്ലോ. അയാളുടെ വാക്ക് പോലും, അയാളുടെ സാധാരണ സംസാരം പോലും അത് വികൃത മലയാളമായിരിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുസ്തകം വായിച്ചിട്ടില്ല, അവിടുന്ന് ഒരക്ഷരം എഴുതിയിട്ടില്ല. ഖുർആൻ അത് സാക്ഷി നിൽക്കുന്നുണ്ട്. സൂറത്തുൽ അങ്കബൂത്തിൻ്റെ 48-ാമത്തെ വാക്യം. അങ്ങനത്തെ റസൂൽ തങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും അധികരിക്കുന്ന വലിയ മന്ത്രങ്ങളുടെ ഒരു സമാഹാരം പഠിപ്പിക്കണം. ഞാൻ ഖുർആനെ കുറിച്ചല്ല പറയണത്, അത് നമുക്ക് മാറ്റിവെക്കാം തൽക്കാലം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തു പറയണം? ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ. ലാസ്റ്റ് കിടന്നുറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മിക റബ്ബി വളഅ്തു ജംബി എന്ന് തുടങ്ങിയിട്ട് ഇതിനിടയിൽ മനുഷ്യൻ ബന്ധപ്പെടുന്ന ഓരോ സന്ദർഭത്തിനും പ്രത്യേകം പ്രത്യേകം ദിക്റുകളും മന്ത്രങ്ങളും പ്രാർത്ഥനകളും എങ്ങനെ ഒരു മനുഷ്യന് പഠിപ്പിക്കാൻ പറ്റുക? നമ്മൾ സാധാരണ കാണുന്ന സംഗതികൾ മാത്രമൊന്നുമല്ല. മൗലാനാ നബവി തങ്ങളുടെ അൽ അദ്കാർ എന്ന് പറയുന്ന തടിച്ച ഗ്രന്ഥം പരിശോധിച്ച് നോക്കുക. റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മന്ത്രങ്ങളുടെ സമാഹാരമാണത്. ഒരു മനുഷ്യന് വേദന വരുമ്പോൾ എന്ത് ചെയ്യണം? റസൂൽ പറയുന്നുണ്ട്, വലത് കൈ അവിടെ അമർത്തി പിടിക്കുക. ബിസ്മില്ലാ 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 അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക വഖുദ്റതിക മിൻ ശർരി മാ അജിദു വഉഹാദിർ എന്ന് 7 പ്രാവശ്യം പറയാൻ. വിശ്വാസപൂർവ്വം പറഞ്ഞാൽ രോഗം മാറിയിരിക്കും. മാറട്ടെ മാറാതിരിക്കട്ടെ, അത് മറ്റൊരു ചർച്ച. നിരക്ഷരനാകുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര വിപുലമായ രീതിയിൽ ഒരു മന്ത്രസമാഹാരം സൃഷ്ടിക്കാൻ കഴിയുന്നത്? നമ്മളത് ആലോചിക്കേണ്ടതല്ലേ? അതെവിടെങ്കിലും പരിമിതമല്ലാന്ന്. മനുഷ്യൻ അവൻ്റെ ഏറ്റവും സ്വകാര്യതയിൽ അവൻ്റെ ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും എന്ത് ചെയ്യണം എന്നുള്ളതും ചെല്ലണം എന്നുള്ളതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലും മനുഷ്യന് സന്തോഷം വരുമ്പോൾ എന്ത് ചെയ്യണം? മനുഷ്യന് ദുഃഖം വരുമ്പോൾ, സന്താപം വരുമ്പോൾ എന്ത് ചെയ്യണം? മനുഷ്യൻ ഷർട്ട് ഇടുമ്പോൾ എന്ത് ചെല്ലണം? മനുഷ്യൻ പുതുവസ്ത്രം ധരിക്കുമ്പോൾ എന്ത് ചെല്ലണം? സാധാ വസ്ത്രമല്ല, നമ്മളൊരു പുതുവസ്ത്രം ധരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ്റെ സർവോന്മുഖസ്പർശിയായ മന്ത്രസമാഹാരം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും പൊതുവായ കാര്യങ്ങൾ പറഞ്ഞു മാറി നിന്നോ? അല്ല, കൃത്യമായി വിശദീകരിച്ചു. എത്ര വാള്യങ്ങളുണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ. മൗലാനാ അൽ ഹറമൈനി തങ്ങളുടെ നിഹായത്തുൽ മത്ലബ് ഫി ദിറാസത്തുൽ മദ്ഹബ് ഒരു വലിയ പെട്ടി നിറച്ചുള്ളൊരു ഗ്രന്ഥമാണ്. അൽഹംദുലില്ലാഹ് ഈയിടെ ഖത്തർ പോയപ്പോൾ എനിക്കത് അവിടെ നിന്ന് കിട്ടി. ഒരു വലിയ പെട്ടി നിറച്ചുള്ളൊരു ഗ്രന്ഥം. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുന്നു ഷാഫി ഫിഖഹിൻ്റെ ഗ്രന്ഥങ്ങളുടെ വികാസം. അത് ഇമാം ഗസാലി തങ്ങളുടെ 4 ഗ്രന്ഥങ്ങൾ, അവിടെ നിന്നിട്ട് മഹാനായ ഇമാം റാഫി തങ്ങളുടെ മുഹറർ, അതിനുശേഷം ഇമാം നബവി തങ്ങളുടെ മിൻഹാജിന് തന്നെ മൻഹജുൻ നഹ്ജും, പിന്നീട് മിൻഹാജിൻ്റെ 1067 ഇന്ന് ലഭ്യമായ വിശദീകരണ ഗ്രന്ഥങ്ങൾ, ഇടയ്ക്ക് വെച്ച് ഉമറുൽ വർദിയെ പോലെയുള്ളവർ സുബുദ പോലെയുള്ള കവിതാ ഫിഖ്ഹുകൾ. നമ്മളാ ഫിഖിൻ്റെ വിസ്തൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന് എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ ഫിഖ് വിശദീകരിച്ചിട്ടുണ്ട്. ചിലതൊക്കെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ് കണ്ടെത്തി കഴിഞ്ഞതാണ്, ചിലതൊക്കെ നമ്മൾ സന്ദർഭോചിതം കണ്ടെത്തേണ്ടതുമാണ്. മനുഷ്യപ്പട്ടിയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്തപ്പോൾ മറ്റ് ആദർശങ്ങളൊക്കെ ഈ മൗനത്തിൻ്റെ ആത്മീകത്തിൽ ഒളിച്ചപ്പോൾ പരിശുദ്ധമായ ഇസ്ലാം കൃത്യമായി അതിന് മറുപടി പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും, ഇപ്പോൾ പുതിയ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള പുതിയ സംഗതികൾ, പേയ്മെൻറ്റ് രീതികളിൽ ഏതൊക്കെ അനുവദനീയം, ഏതൊക്കെ പാടില്ലാത്തത്, EMI എങ്ങനെ പറ്റും പറ്റാതിരിക്കും,
ഇങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യൻ്റെ നവന്നവങ്ങളാകുന്ന പ്രശ്നങ്ങൾ മുതൽ അവൻ്റെ ആരാധനയുടെ വിസ്തരിച്ച വിശദീകരണങ്ങൾ വരെയും കൃത്യമായി മതത്തിലുണ്ട്. മതത്തിൻ്റെ പ്രമാണങ്ങൾ സമ്പൂർണ്ണമാണ്. പരിശുദ്ധ ഖുർആൻ ഇതുവരെയും ഇങ്ങോട്ട് എത്തിച്ചേരാൻ അള്ളാഹു സ്വീകരിച്ച വിവിധങ്ങളായ സുരക്ഷതയുടെ സംരക്ഷണത്തിൻ്റെ മാർഗങ്ങളുണ്ട്. അത് തന്നെ വിശദീകരിക്കണമെങ്കിൽ മാസങ്ങൾ വേണ്ടി വരും. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ലോകാടിസ്ഥാനത്തിൽ 3 വർഷം മുന്നേ ഉള്ള കണക്ക് ഞാൻ പറയാം. 2 കോടി ചില്ലാനം മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെ 64 പേജ് ഖുർആൻ കാണാതെ കിടക്കുന്നുണ്ട്. ചെറിയ പുസ്തകങ്ങളുടെ ഒരു ചെറിയ സമാഹാരമാണ് പുതിയ നിയമം ബൈബിൾ, ന്യൂ ടെസ്റ്റ്മെൻറ്റ്. ഇതുവരെ അത് കാണാതെ പഠിച്ച ഒരൊറ്റ ക്രൈസ്തവനെ നമുക്ക് കാണാൻ പറ്റില്ല. അവകാശവാദമല്ല, അതാണ് യാഥാർത്ഥ്യം. കോട്ടയത്തൂടെ സഞ്ചരിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന 2ാമത്തെ സ്ഥലമാകുന്ന പാലായിലൂടെ പോകുമ്പോൾ ആരെങ്കിലും കുല്ലിയത്തു തഹ്ഫീദിൽ ബൈബിൾ കോളേജ് കണ്ടിട്ടുണ്ടോ? അത് സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. നേരെ മറിച്ച് 2 കോടി ചില്ലാനം മുഅ്മിനീങ്ങൾ 3 വർഷം മുന്നത്തെ കണക്കനുസരിച്ച് ലോകത്ത് ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഭീകരനും വൃത്തികെട്ടവനുമാവുന്ന ഒരു ട്രംപ് ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നു. പരിശുദ്ധ ഖുർആനാകുന്ന വേദം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആൾക്ക് പറ്റാത്തൊരു പ്രശ്നമായതുകൊണ്ട്, അപ്പോഴല്ലേ നമ്മൾ ഈ എൻസ്റ്റീം ഫയലിലൊക്കെ കണ്ടതുപോലെ പച്ചമക്കളെ സെക്സ് നടത്തി ചുട്ട് തിന്നാനൊക്കെ പറ്റുള്ളൂ. ഖുർആനത് പറ്റൂല. ഖുർആൻ കൃത്യമായി ചോദിക്കും, വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്ത് കാര്യത്തിനാണ് ഈ കൊല്ലപ്പെട്ടതെന്ന് ചെറിയ പിഞ്ചു മക്കളോട് മഹ്ശറിൽ ചോദ്യം ഉണ്ടാവുമെന്ന് പറയുന്ന ഖുർആൻ ട്രംപിന് പറ്റിക്കൊള്ളണമെന്നില്ല. അവനേതെങ്കിലും ഒറ്റയ്ക്കുള്ള ദ്വീപിൽ പോയിട്ട് കുഞ്ഞുങ്ങളെ പൊരിച്ച് തിന്നാൻ അത് പറ്റിക്കൊള്ളണമെന്നില്ല. ആ ഒരു ചങ്ങാതി വന്നിട്ട് ഖുർആൻ കണ്ടുകെട്ടി എന്ന് വിശ്വസിക്കുക, വെറുതെ അവിടെ സങ്കല്പിക്കുക. ഖുർആൻ വർക്ക് ചെയ്യുന്ന എല്ലാ ആപ്പുകളും അയാൾ നിരോധിച്ചു, അല്ലെങ്കിൽ ആ ആപ്പൊന്നും വർക്ക് ചെയ്യാൻ പറ്റാത്ത വിധം വേറെന്തെങ്കിലും ഒരു ആപ്പ് അയാൾ കൊണ്ടുവന്നു എന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ഖുർആൻ ശൂന്യമായൊരു ലോകമാണ് ഈ നിമിഷം. ഒരു പ്രതി പോലും ഇല്ല. മദ്രസയിലെ കുട്ടികളെ ബാഗിലില്ല, മർക്കസിലെ കോളേജിലും ലൈബ്രറിയിലും ഇല്ല, നമ്മുടെ മർക്കസ് പള്ളിയിലില്ല, എവിടെയും ഖുർആനില്ല. ഈ ഒരു പരിതസ്ഥിതി വെറുതൊന്ന് സങ്കല്പിക്കുക. നേരം വെളുക്കുമ്പോഴേക്ക് ആയിരക്കണക്കിന് ഖുർആൻ പ്രിൻ്റ് ചെയ്യാൻ ഈ ഒരു സമൂഹത്തിന് മാത്രം സാധിക്കും. ഒരു ഭരണാധികാരിക്കും ചുട്ടുകരിക്കാൻ കഴിയാത്ത, ഒരു ആപ്പ് നിരോധിച്ചാലും നശിച്ചു പോവാത്ത 2 കോടി മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവരുടെ വേദം സുരക്ഷിതമായി നിൽപ്പുണ്ട്. വേറെ ആർക്ക്, വേറെ ഏത് ഗ്രന്ഥത്തിന് സാധ്യമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പ്രമാണങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഖുർആൻ്റെയും ഹദീസിൻ്റെയും പ്രാമാണികതയെക്കുറിച്ച് തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് സംസാരിക്കണം. പറ്റുമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹിൻ്റെ റസൂലോരുടെ വാക്കും പ്രവൃത്തിയും അവിടുത്തെ അംഗീകാരങ്ങളും ശേഖരിച്ച് ലോകത്തിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യരുടെ ചരിത്രം A to Z രേഖപ്പെടുത്തി. ആ ഒരു മനുഷ്യൻ്റെ വാക്ക് ലോകത്തിന് പഠിക്കാൻ വേണ്ടി മാത്രം അനവധി വിജ്ഞാന ശാഖകളുള്ള വലിയ വൈജ്ഞാനിക ലോകം രൂപപ്പെട്ടു. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. എന്ത് സംബന്ധിച്ച്? ഹദീസിനെ കുറിച്ചല്ല, ഹദീസിൻ്റെ സംരക്ഷണ രീതിയുമായിട്ട് ബന്ധപ്പെട്ട്. ചരിത്രത്തിൽ എങ്ങനെയെങ്കിലും അറിയപ്പെടുമായിരുന്നു ഹദീസ് റാവിമാരാകുന്ന സഹാബി വര്യന്മാർ അള്ളാഹിൻ്റെ റസൂലിനോട് ചേർന്ന് നിന്നില്ല എങ്കിൽ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വചനം ഒന്നെങ്കിലും ഉദ്ധരിച്ചില്ലായിരുന്നുവെങ്കിൽ അവരുടെ ചരിത്രം ഇന്ന് ലോകത്തിന് ലഭ്യമാവുമോ? ആയിരക്കണക്കിന് മഹാന്മാരുടെ ചരിത്രം, അവരുടെ ജനനം മുതൽ അവരുടെ മരണം, അവരുടെ ജീവിതം, അവരുടെ ഉസ്താദുമാർ, അവരുടെ ബുദ്ധിശക്തി, അവരുടെ ഓർമ്മശക്തി, ധാർമ്മികത, അവരുടെ സത്യസന്ധത, അവരുടെ ജീവിതം, അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ച മതനിഷ്ഠകൾ, അവരുടെ ജീവിക്കാനുള്ള ഉപാധികൾ, കച്ചവടം, തൊഴിൽ, കൃഷി നടത്തുന്ന സമയത്ത് അവർ കാണിച്ച സൂക്ഷ്മത, അവർ മൃഗങ്ങളെ വളർത്തുന്ന സമയത്ത് ആ മൃഗത്തിന് ഭക്ഷണമൊന്നുമില്ലാതെ മൃഗത്തെ കൈയിങ്ങനെ കൂട്ടിപ്പിടിച്ച് ആകർഷിച്ച് ആ മൃഗത്തെ അടുത്തേക്ക് വിരിച്ച് പിടിച്ച് കെട്ടിട്ടോ എന്നുള്ളത് പോലും അത്ര സൂക്ഷ്മമാണ്. നോക്കണം നമ്മൾ. ബുഖാരി തങ്ങൾ ദീർഘയാത്ര ചെയ്തു. ഒരാളുടെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ടെന്ന് കേട്ടിട്ട് അത് ശേഖരിക്കാൻ ചെന്ന് ദീർഘമായി യാത്ര ചെയ്ത്, അന്ന് AC കാറിലല്ല സഞ്ചരിക്കണത്, ഫ്ലൈറ്റിലോ ട്രെയിനിലോ അല്ല എന്ന് നമുക്കറിയാം. ദുർഘടമായ പാതകൾ താണ്ടി മാസങ്ങൾ നീണ്ടു നിന്ന യാത്രക്കൊടുവിൽ അദ്ദേഹം ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ആ പണ്ഡിതനെ, ആ മനുഷ്യനെ കണ്ടുമുട്ടുന്നു. ഇനി അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിക്കണം, എഴുതി വെക്കണം, കാണാതെ പഠിക്കണം. ആ സമയത്ത് അതിൻ്റെ കഴുതയെ അദ്ദേഹം കൈയിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് വിളിക്കണത് കണ്ടത്. നമ്മളൊക്കെ കാണിക്കാറുണ്ട് ആടിനെ എന്നാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. എന്തോ ഉണ്ട് എന്നുള്ള ഭാവത്തിൽ ആട് വരും.
ആ സമയത്ത് പിടിച്ച് കെട്ടിയിടും. ഒന്നും കൊടുക്കാനില്ലായിരുന്നു. ഇമാം ബുഖാരി തങ്ങൾ തിരിച്ചു നടന്നു. ഈ സൂക്ഷ്മതയുടെ പേരാണ് ഹദീസ് നിദാന ശാസ്ത്രം. ഇമാം ബുഖാരി തിരിച്ചു നടന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്ന ഈ ഒരു ജീവിയെ ഇങ്ങനെ കബളിപ്പിക്കുന്ന ഒരാളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കുന്നത് സൂക്ഷ്മതയാവില്ലെന്ന് മഹാനുഭാവൻ വിചാരിച്ചു. ഇത്ര പോലും ഒന്നും രണ്ടും ആളുകളുടേതല്ല. അലാമുർ റിജാൽ എന്ന് പറഞ്ഞിട്ട് വിസ്തരിച്ചൊരു ശാസ്ത്രശാഖയാണ്. ഇതെന്തിനു വേണ്ടിയാണ് ഇത്ര വിപുലമായൊരു വിജ്ഞാന ശേഖരം രൂപപ്പെട്ടത്? മുത്തറസൂലാകുന്ന പ്രവാചകരുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരങ്ങളും ലോകത്തിന് കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യാൻ വേണ്ടി. ഇതാണ് പരിശുദ്ധ ഇസ്ലാം അഭിമാനമാണെന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ പോയിന്റ്. ഇസ്ലാം സമ്പൂർണ്ണമാകുന്നു. മുൻ പ്രവാചകന്മാരുടെ ദീനോ സമ്പൂർണ്ണമല്ലായിരുന്നു തന്നെ. അതിലെന്ത് ഓച്ചാനിച്ചിക്കേണ്ട കാര്യം? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനിയും പറവാനുണ്ട്. നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് ബൈബിൾ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇനിയും കുറേ പറവാനുണ്ട്. നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. നിങ്ങൾ അത്രമേൽ ബുദ്ധിവികാസം പ്രാപിച്ചവരല്ല. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? സത്യത്തിൻ്റെ ആത്മാവ് വരും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആ സത്യത്തിൻ്റെ ആത്മാവിൻ്റെ ചില ലക്ഷണങ്ങൾ ഈസാ നബി പറയുന്നുണ്ട്. അവൻ സ്വന്തമായൊന്നും പറയില്ല, കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും. സ്വന്തമായൊന്നും പറയില്ല, കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും. അവൻ നിങ്ങളെ സത്യത്തിൻ്റെ സമ്പൂർണതയിലേക്ക് നയിക്കും. പിൽക്കാലത്ത് അങ്ങനെ ഒരാളെ കടന്നു വന്നുള്ളൂ. ചരിത്രത്തെ സ്വാധീനിച്ച ഈ അവകാശവാദവുമായി കടന്നു വന്ന, അത് ലോകം ഉൾക്കൊണ്ട ഒരേ ഒരു വ്യക്തിത്വമേ ലോകത്ത് പിന്നെ വന്നിട്ടുള്ളൂ. അഷറഫുൽ വറ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കടന്നു വന്നു. അവിടുന്ന് സത്യത്തെ പൂർത്തീകരിച്ചു. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വാക്യം, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. അവിടുന്ന് സത്യത്തെ പൂർത്തീകരിച്ചു. അവിടുന്ന് ഈ സമൂഹത്തെ സകല സത്യത്തിലൂടെയും വഴി നടത്തി. അവിടുന്ന് സ്വന്തമായൊന്നും പറയില്ല, കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും. സൂറത്തുൻ നജ്മിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. അവിടുന്ന് സ്വന്തമായൊന്നും പറയില്ല, കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും. ആ റസൂല് വന്നിട്ട് പരിശുദ്ധ ഇസ്ലാം സമ്പൂർണ്ണമാക്കി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഒന്നും ബാക്കിയില്ല എന്നർത്ഥം. മനുഷ്യന് ആവശ്യമായ ഭൗതികവും ആത്മീകവുമായ എല്ലാ കാര്യവും കൃത്യമായ വിധാനത്തിൽ മതത്തിൽ ഉൾച്ചേർത്തു. നമ്മളാലോചിക്കുക, ഈ മതത്തിൻ്റെ പരിധിയിൽപ്പെടാത്ത എന്തെങ്കിലും ഒന്ന്. നമ്മൾ വെറുതെ നിരൂപണാർത്ഥം ചിന്തിക്കൂ. ഇസ്ലാമിൽ വിധിയില്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം, ഇസ്ലാമിൽ വിധിയില്ല, ഇസ്ലാമിൽ അതേക്കുറിച്ച് പരാമർശമില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിലൊന്ന് ആലോചിക്കൂ. ഒരു വിമർശനാ രീതിയിൽ തന്നെ നമ്മൾ തോറ്റ് പിന്മാറുക തന്നെ ചെയ്യും. ഇസ്ലാം അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഇസ്ലാം അഭിമാനമാകുന്നു. നമ്മളെവിടെയും മോച്ചാനിച്ച് നിൽക്കേണ്ട കാര്യം വരുന്നില്ല എന്നർത്ഥം. മസല കിട്ടാത്തത് കൊണ്ട് നമ്മൾ കുടുങ്ങിപ്പോകില്ല എന്നർത്ഥം. രണ്ടാമതായി, മതം എന്നതിൻ്റെ പ്രസക്തി തന്നെ ദൈവവിശ്വാസത്തിലാണ്. ദൈവവിശ്വാസം ഏതൊക്കെ രീതിയിലുണ്ട്? കല്ലിനെയും മരങ്ങളെയും ആരാധിക്കുന്ന ദൈവവിശ്വാസമുണ്ട്. ഭീകരരൂപികളെ ആരാധിക്കുന്ന ദൈവവിശ്വാസമുണ്ട്. ഒന്നിലധികം ദൈവങ്ങളെ വെച്ചാരാധിക്കുന്ന ദൈവവിശ്വാസങ്ങളുണ്ട്. മനുഷ്യൻ്റെ എല്ലാ ചാബല്യങ്ങളുള്ള, ജനിക്കുന്ന, പ്രസവിക്കുന്ന, കരയുന്ന, വിശക്കുന്ന, യുദ്ധം ചെയ്യുന്ന, തോറ്റുപോകുന്ന, മരിക്കുന്ന ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന വിശ്വാസങ്ങളുണ്ട്. ഒരു ദൈവമാണ്, പക്ഷെ 3 ആളത്വങ്ങളാണെന്ന് പറയുന്ന തൃത്വ ദൈവവിശ്വാസമുണ്ട്. ദൈവവിശ്വാസം എന്ന രീതിയിൽ ഇതെല്ലാം സമ്പൂർണമായി ആ ഒരു ആദർശത്തോട് പൊരുത്തപ്പെടാത്തതാണ്. എൻ്റെ വാദം ഞാൻ പറയുന്നില്ല. കെ ദാമോദരൻ്റെ ഭാരതീയ ചിന്ത എന്ന പുസ്തകത്തിൽ ദൈവവിശ്വാസം എന്ന അധ്യായം തുടങ്ങുന്നത് തന്നെ നമ്മൾ പരിചയപ്പെട്ട നമ്മുടെ നാട്ടിലെ ദൈവങ്ങളൊക്കെ ദൈവങ്ങളാണോ എന്ന് പറയാൻ പോലും പറ്റൂല എന്നാണ് അയാൾ പറയുന്നത്. അത് നമുക്ക് തന്നെ ആലോചിക്കാൻ പറ്റുമല്ലോ. മനുഷ്യൻ്റെ പരിമിതികളുള്ള ഒരാളെങ്ങനെ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുക? ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ചില മരിച്ചുപോയ ഔലിയാക്കളാന്നൊക്കെ പറയുന്ന പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെറും ബ്ലണ്ടർ. ലോകത്തെ
മൊത്തം നിയന്ത്രിക്കുക. മൂപ്പര് വിചാരിച്ചില്ലായിരുന്നെങ്കിൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും എന്നൊക്കെ. എന്നല്ല, പടച്ചോനാണ് ഓരോന്നൊക്കെ പറയുന്ന കുറേ മതവിരുദ്ധമായ വലിച്ചു നീട്ടലുകൾ നമ്മൾ കാണാറുണ്ട്. പാട്ട് പാടിക്കൊണ്ടിരിക്കുക, മതവിരുദ്ധതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സർവശക്തനാകുന്ന ഇലാഹിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. സൂറത്തു അൽ ബഖറയുടെ 255 വാക്യത്തിൽ ദൈവം എന്ത് എന്ന് പടച്ച റബ്ബ് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. നമുക്കറിയാവുന്ന ആ സൂക്തം ഞാൻ വിസ്തരിക്കണില്ല. എല്ലാത്തിൽ നിന്നും സമ്പൂർണമായി നിരാശ്രയത്വമുള്ളവനാണ് ഇലാഹ്. ഏതെങ്കിലും ഒന്നിനെ ആശ്രയിക്കേണ്ടി വന്നാൽ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ വീഴ്ച വരും, ന്യൂനത വരും. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തു തൗഹീദ് എന്ന പേരിൽ പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു സമ്പൂർണ്ണ ഏകനാണ്. അള്ളാഹു സ്വമദ്, അള്ളാഹു സമ്പൂർണമായും ഒരാളെയും ആശ്രയിക്കാത്തവനുമാകുന്നു എന്ന് പറയുന്നത്. ഒരാളെയും എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ആശ്രയിക്കാൻ പാടില്ല. അപ്പോൾ അള്ളാഹു ഏഴാനാകാശത്ത് ഏതോ ഒരു കസാരയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ കസാരയെ ഡിപ്പെൻഡ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഏഴാനാകാശമടക്കം സർവ്വ സൃഷ്ടികളും രൂപപ്പെടുന്നതിൻ്റെ മുമ്പ് പടച്ച റബ്ബുണ്ട്. ഈ ലോകം രൂപപ്പെട്ടിട്ട് എത്ര കാലമായി? 1382 കോടി വർഷം എന്ന് ശാസ്ത്രം പറയും. കാരണം അന്നാണ് ബിഗ് ബാങ് നടന്നത്. അതിനുശേഷമാണ് ടൈം ഉണ്ടായത്, അതിനുശേഷമാണ് സ്പേസ് ഉണ്ടായത്. അതിൻ്റെ അപ്പുറത്തെക്കുറിച്ച് ഒരക്ഷരം പറയാൻ ശാസ്ത്രത്തിന് സാധ്യമല്ല. അത് പരിമിതിയല്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണ്. പ്രപഞ്ചത്തിൻ്റെ അപ്പുറമുള്ള ഈ ഒരു സംഗതികളെക്കുറിച്ചൊന്നും ശാസ്ത്രം പറയുന്നേ ഇല്ല, പറയാൻ പാടില്ല താനും. കാരണം അവരുടെ മേഖല അല്ലത്. നമ്മൾ ഏതെങ്കിലും ഒരു ഫത്തുൽ മീൻ പോലെയുള്ള കിതാബ്, ഫിഖീൻ്റെ കിതാബ് മറച്ചു വെച്ചിട്ട് അതിൽ നമ്മളൊരു കുട്ടിയുടെ പേരിടാൻ വേണ്ടി അർത്ഥം പരിശോധിക്കാൻ പറ്റുമോ? അത് നിഘണ്ടുക്കൾ പരിശോധിക്കണം. ഫത്തുൽ മീൻ എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര കാര്യങ്ങൾ പറയുന്ന കിതാബാണ്. ശാസ്ത്രത്തിനൊരു മേഖലയുണ്ട്, അത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പരീക്ഷണമാണ്. സത്യത്തിൽ നിന്ന് കൂടുതൽ സത്യത്തിലേക്ക്, യാഥാർത്ഥ്യത്തിൽ നിന്ന് മികച്ച യാഥാർത്ഥ്യത്തിലേക്കുള്ള പ്രയാണമാണ് ശാസ്ത്രം. അത് എന്നേ അവരുടെ ചർച്ച വരുന്നുള്ളൂ. ബിഗ് ബാങ് എന്ന് പറയുന്ന നെബുല പൊട്ടിത്തെറിച്ച മഹാവിസ്ഫോടനാനന്തരം അതിൻ്റെ മുന്നേ എന്ത് എന്ന ചോദ്യം പ്രസക്തമല്ല എന്നാണ് ഞാൻ പറയണതല്ല. ദ യൂണിവേഴ്സ് ഇൻ നട്ട്ഷെൽ എന്ന പുസ്തകത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും ഉന്നതനായ സയൻറ്റിസ്റ്റായിട്ട് വാഴ്ത്തപ്പെട്ട സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ് അതിൻ്റെ 45-ാം പേജ് പറയണതാണ്. ആൾ പറയുന്നത് അതിൻ്റെ അപ്പുറം എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ല. കാരണം ഈ മഹാവിസ്ഫോടനത്തോടു കൂടെയാണ് സ്പേസ് ഉണ്ടാകുന്നത്, സ്ഥലം, ടൈം ഉണ്ടാകുന്നത്, സമയം. ടൈമിനെ കുറിച്ച് ദീർഘമായി പഠിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ഈ സമയത്തിലൂടെ പിറകോട്ട് സഞ്ചരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിൽ അയാൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അതിൻ്റെ മലയാളം മാതൃഭൂമി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുക. ഇതിൻ്റെയൊക്കെ മുന്നേ, എത്ര മുന്നേ, അറ്റല്ല തുടക്കമില്ലാത്ത കാലത്ത് പടച്ച റബ്ബുണ്ട്. കാലത്ത് എന്ന് പറയുന്നത് ഭാഷയുടെ പരിമിതിയാണ്, അന്ന് കാലല്ല കേട്ടോ. ആ റബ്ബ് ഏതോ ഒരു സിംഹാസനത്തിൽ ഏഴാനാകാശത്തിൽ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാമെന്ന് നമ്മുടെ നാട്ടിൽ ബുദ്ധിയും വിവേകവും അന്തവും താടിയും ഒക്കെ ഉള്ള കുറേ ആൾക്കാർ പറഞ്ഞു നടക്കുകയെന്ന് വെച്ചാൽ അതിനുവേണ്ടി സംവാദങ്ങൾ നടത്തുക, അതിനുവേണ്ടി ഗ്രൂപ്പുകൾ പൊട്ടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. റബ്ബിനൊരു പരിമിതിയും പാടില്ലെന്ന് നമ്മൾ ആദ്യമേ അറിയുക. അതുകൊണ്ട് സൂറത്ത് ശൂറായുടെ 11-ാമത്തെ വചനത്തിൽ ലൈസ കമിസ്ലിഹി ഷൈഉൻ, റബ്ബിനെപ്പോലെ ഒന്നുമേ ഇല്ല എന്ന് ഖണ്ഡിതമായി മുറിച്ചുറപ്പിച്ച് പറയണത്. ഷൈഉൻ, ഒരു സംഭവമല്ല റബ്ബിനെ പോലെ. ഇത് വിശദീകരിച്ച പണ്ഡിതന്മാരുടെ കൗതുകകരമായൊരു പ്രയോഗമുണ്ട്. മാ ഖത്തറ ഫീ ബാലിക അല്ലാഹു സിവാ ദാലിക എന്നാണ്. നിൻ്റെ ഹൃദയത്തിൽ റബ്ബിനെ കുറിച്ച് എന്താ തോന്നൽ വരുന്നത്? അതല്ലാത്ത മറ്റൊന്നാണ് റബ്ബ്, അതല്ല. അപ്പം മനുഷ്യ സങ്കല്പത്തിൽ വരാത്ത, പാടില്ലാത്ത, മനുഷ്യനാവട്ടെ മറ്റ് സൃഷ്ടികളാവട്ടെ ഒരാളുടെയും ഒരു നിലക്കും സദൃശ്യമില്ലാത്ത ഒരു മഹായാഥാർത്ഥ്യത്തിൻ്റെ പേരാണ് ഇലാഹ്. അപ്പോൾ അല്ലാഹ് കൈയുണ്ടോ കാലുണ്ടോ എന്നുള്ള ചർച്ചകളൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മുടെ നാട്ടിൽ ചില അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച അതാണ്. അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഓരോ പാർട്ടുകൾ. നഊദു ബില്ലാഹ്.
വക്കത്തു നിന്നൊക്കെ വിതരണം ചെയ്യുന്ന ഒരു ഖുർആൻ പരിഭാഷ ഉണ്ട്. കേരളക്കാരാ 1-2 മൗലവിമാർ രചിച്ച് അവിടെയുള്ള ഏതോ അറബികളെ സോപ്പിട്ട് അവിടെ നിന്ന് അടിച്ച് വിതരണം ചെയ്യുന്നൊരു സാധനം. യോമ യുക്സഫു അൻ സാഖ് എന്ന് പറയുന്ന ആയത്തിൽ ഇതുവരെയും അള്ളാഹുവിൻ്റെ കണങ്കാല് പരാമർശമില്ലായിരുന്നു ഈ പുസ്തകത്തിൽ. പക്ഷേ ഏറ്റവും പുതിയ പതിപ്പിറങ്ങിയപ്പോൾ അവരുടെ പുരോഗതിയുടെ വിശ്വാസത്തിലുള്ള പരിണാമത്തിൻ്റെ ഭാഗമാവാം പടച്ചറമ്മിൻ്റെ കണങ്കാല് എന്നവരതിനർത്ഥം പറയുന്നുണ്ട്. കണങ്കാല്, അള്ളാഹുവിന് കാലുണ്ട്. അപ്പോൾ ആ കാലിനെ തൊട്ട് അള്ളാഹു വസ്ത്രം കണ്ട് പൊക്കുന്നു. നമ്മൾ തല്ലൂടാനൊക്കെ പോകുമ്പോണ്ടല്ലോ ഈ വാച്ചൊക്കെ കഴിച്ച അയൽവാസിക്ക് കൊടുക്കണ്, നമ്മുടെ കൂട്ടുകാരന് കൊടുക്കണ്. അതേമാതിരി അള്ളാഹുത്താല ഒന്ന് കാര്യമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് കണങ്കാലിനെ തൊട്ട് വസ്ത്രം പൊക്കിയിട്ട് ഒന്നുകൂടെ കുത്തും. സഹോദരിമാരൊക്കെ ചിലപ്പോൾ ഞാറിലൊക്കെ ഇറങ്ങുമ്പോൾ കാണിക്കാറുണ്ടല്ലോ അങ്ങനത്തെ ഒരു സംഭവം. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അങ്ങനെ ഒരു സംഭവം റബ്ബിനില്ല, ഉണ്ടാവാൻ പാടില്ല. എന്താണിത്? എന്നിട്ട് ചില ഹദീസിൻ്റെ മുറിഭാഗങ്ങളൊക്കെ നേരാമണ്ണം മനസ്സിലാക്കാതെ അവരർത്ഥം വെച്ചുകൊണ്ടിരിക്കുക. അഹ്ലു സുന്നയുടെ വിശ്വാസം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഷാഫി സലാഹി ചങ്ങലേരി എന്ന് പറയുന്ന ഒരു മൗലവിയാണത് രചിച്ചത്. സത്യം പറഞ്ഞാൽ അത് സ്വതന്ത്ര രചനയല്ല, അത് ഷെയ്ഖ് ഹുസൈമീൻ എന്ന് പറയുന്ന സൗദിയിലെ ഒരു മൗലവിയുടെ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനാണ്. അതിൻ്റെ 25-ാം പേജിൽ അടിക്കുറിപ്പി മൗലവി സ്വന്തം വകയിൽ നൽകുന്നുണ്ട്. അള്ളാഹുവിന് ഇടതുവശത്ത് കൈകളില്ലെന്നും അഥവാ അവൻ്റെ 2 കൈകളും വലതുവശത്താണെന്നും. വെറുതെ ഒന്ന് സങ്കല്പിക്ക്, അള്ളാഹുവിന് ഇടതുവശത്ത് കൈകളില്ല, ബ്ലാങ്ക്. അവൻ്റെ 2 കൈകളും വലതുവശത്ത്. വേറെ ഏതോ ദൈവസങ്കല്പം മനസ്സിലേക്ക് വരുന്നുണ്ടാകും, കുറേ കയ്യും കാലുകളൊക്കെ ആയിട്ട്. ഇതല്ല റബ്ബ് എന്ന് ഖുർആൻ ഉറപ്പിച്ച് പറയുന്നു. അപ്പം ശുദ്ധമായ രീതിയിലുള്ള ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവവിശ്വാസത്തിൻ്റെ കാതൽ. അത് പ്രചരിപ്പിക്കാനാണ് പ്രവാചകന്മാർ എല്ലാവരും വന്നത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ഞാനും എൻ്റെ പൂർവികരാവുന്ന ശ്രേഷ്ഠപ്രവാചകരും നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചാരണമായിരുന്നു. ഇതിൽ കളങ്കമില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അഭിമാനത്തിൻ്റെ 2ാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. 3-ാമത്തേത് വർണ്ണവർഗ വിവേചനമില്ലാത്ത സമത്വം. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, കേട്ടതാണ്, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. ആധുനികമായി എത്രമേൽ വികസിച്ചു മനുഷ്യർ, എത്രമേൽ വികസിച്ചു. ആ മനുഷ്യർക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ജാതി വിവേചനങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കണം. നമ്മുടെ കേരളത്തിൽ പോലും ഒരു താഴ്ന്ന ജാതിക്കാരൻ പ്രസിഡൻ്റായിരുന്നിടത്തുനിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിലെ സെക്രട്ടറി ആയിരുന്നിടത്തുനിന്ന് ഉന്നത ജാതിക്കാരൻ വരുമ്പോൾ, ഞാൻ ഉന്നത കുലജാതിക്കാരനാന്നൊക്കെ പറയുന്ന മന്ത്രി എം പിമാരൊക്കെ ഉണ്ട് നമുക്ക്. അവിടെ പശുവിൻ്റെ ചാണകവും മൂത്രവും കലക്കിയിട്ട് പുണ്യാഹം ചെയ്ത് ശുദ്ധീകരിക്കുന്നതൊക്കെ നമ്മുടെ കേരളത്തിൽ പോലും നടക്കുന്നു. കേരളത്തിൻ്റെ അപ്പുറത്തേക്കാണ് പോയാൽ പിന്നെ പറയാനില്ല. അത് ജാതി വിവേചനം. ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകങ്ങൾ വായിക്കുക, ഡോക്ടർ അംബേദ്കറിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ 5ഉം 8ഉം വാള്യങ്ങൾ വായിച്ചു നോക്കുക. എത്രമേൽ മാരകമാണ് ഈ ജാതീയത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജാതി ശ്രേണിയിൽ സ്ഥാനം പിടിച്ചവരാണ് ശൂദ്രന്മാർ. അതിന് പോലും കഴിയാത്ത പുഴുസമാനരാകുന്ന കുറേ മനുഷ്യവർഗങ്ങളുണ്ട് ഇന്ത്യയിൽ. ഇപ്പോഴും ദേവദാസി സമ്പ്രദായം കർണാടകയിലൊക്കെ വ്യാപകമാണെന്ന് പഠനങ്ങൾ വരുന്നു. ദേവദാസി നിരോധനത്തിന് വേണ്ടി സംഘടനകൾ, സാമൂഹിക സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ദേവദാസി? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ദൈവത്തിൻ്റെ ദാസികളെന്നും പറഞ്ഞ് ബൂർഷകൾക്കും ഉന്നതന്മാർക്കും ലൈംഗികമായി ആസ്വാദനം നടത്താൻ വേണ്ടി അമ്പലത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയാണത് ദേവദാസികൾ. മെൻസസ് എന്ന് പറഞ്ഞാൽ ശരീരപ്രകൃതിയുടെ ഭാഗമാണ് പെണ്ണിൻ്റെ, അവരുടെ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണത്. കുഞ്ഞുങ്ങളുണ്ടാവാൻ അനിവാര്യമാണത്. നമുക്കറിയാം, മെൻസസ് തുടങ്ങിയതിൻ്റെ കൃത്യം 14-ാം ദിവസമാണ് ഓവുലേഷൻ ഉണ്ടാകുക, അണ്ടവിസർജനം. മെൻസസ് ഇല്ലാത്ത പെണ്ണിന് അതൊന്നും സാധ്യമല്ല. പക്ഷേ അതിപ്പോഴും വലിയൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെറിയ ചായ്പ് കെട്ടിയിട്ട് വീടിൻ്റെ പുറത്ത് ആ പെൺകുട്ടികളെ അവരുടെ പീരീഡ്സ് കഴിയോളം പാർപ്പിക്കുന്ന രീതി ഇന്ത്യയിൽ പലയിടത്തുമുണ്ട്. പാമ്പ് കടിച്ചു മരിക്കുന്ന അത്തരം പെൺകുട്ടികൾ രാവും പകലില്ലാതെ ഈ ചെറ്റപ്പുരയിൽ താമസിക്കുന്നതുകൊണ്ട്. ചെറ്റപ്പുര എന്ന് ഞാൻ പറഞ്ഞു പോയത് നമ്മുടെ ചർച്ചയുടെ ഭാഗമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് യാദൃച്ഛികമാണെങ്കിൽ പോലും. ഭവനം, വീട് എന്നൊന്നും താഴ്ന്നവർക്ക് പറയാൻ പാടില്ലായിരുന്നു. പിന്നെ അവരുണ്ടാക്കുന്ന വീടിനെ കുറിച്ച് പറയേണ്ടത് ചെറ്റപ്പുര എന്നാണ്. അതാ സിമൻറ്റിൻ്റെ പുര, ഓടിൻ്റെ പുര എന്ന് പറയുന്ന ചെറ്റൻ്റെ പുരല്ല. ഈ താമസിക്കുന്ന സാധു ചെറ്റയാണ്, അവൻ്റെ പുരയാണത് ചെറ്റപ്പുര. നോക്കുങ്ങൾ, ഭാഷയിൽ പോലും എന്തുമാത്രം പീഡനം അവരനുഭവിച്ചത്. നമ്മൾ ഓലയുടെ പുര, ഓടിൻ്റെ പുര, വാർപ്പിൻ്റെ പുര എന്നൊക്കെ പറയണ മാതിരിയാണ് ചെറ്റപ്പുര.
ചെറ്റ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് ഓട് കൊണ്ടുണ്ടാക്കിയ പെര പോലെ ചെറ്റ എന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണോ? അല്ല, അത് വേറൊരു മോഡലുള്ള ഇതാഫത്താണ്. ഇത് ചെറ്റയുടെ പെരയാണ്. എന്നുവെച്ചാൽ അവിടെ താമസിക്കുന്ന ഈ പാവപ്പെട്ടവൻ ചെറ്റയാകുന്നു. ഭക്ഷണത്തിന് വേണ്ടി പാത്രം കാണിക്കാൻ പാടില്ല. ഏമാൻ കൊണ്ടുവന്ന് കുഴി കുത്തിയിട്ട് അതിൽ ഇല വെച്ചെടുത്തേക്ക് വിളമ്പി കൊടുക്കും. എനിക്കിത്തിരി ഉപ്പ് വേണം, ലവണം വേണം എന്ന് ചോദിക്കാൻ പാടില്ല. ആ പുളിക്കണത് കുറച്ച് വേണമെന്ന് പറയണം. കാരണം ലവണം, ഉപ്പ് എന്നൊക്കെ ഉള്ളത് ഉന്നതന്മാരുടെ പ്രയോഗമാണ്. ഇന്നും ഈ ജാതീയത കൊടുങ്കുത്തി വാഴുന്നു. നമ്മുടെ അഭ്യസ്ത വിദ്യർ താമസിക്കുന്ന 96% സാക്ഷരതയുള്ള കേരളത്തിൽ പോലും പലയിടങ്ങളിൽ അതിപ്പോഴും നമ്മൾ കണ്ടുവരുന്നു. ഈ സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂല് എല്ലാവരെയും ചേർത്ത് പിടിച്ചതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ പുഴുസമാനം ജീവിച്ചിരുന്നവരെയൊക്കെ ചരിത്രത്തിൻ്റെ ഉന്നതിയിലേക്ക് റസൂലുള്ളാഹി എത്തിച്ചു. ബിലാൽ ഇബ്നു റബാഹിൻ്റെ കഥ മാത്രം ആലോചിച്ചു നോക്കൂ. റളിയല്ലാഹു അൻഹു, ഒരു നീഗ്രോ അടിമയായി മരിച്ചു പോവേണ്ടയാൾ ഇന്ന് ചരിത്രത്തിൻ്റെ ഉജ്ജ്വലതയിൽ തിളങ്ങി നിൽക്കുന്നു. എന്തുകൊണ്ട്? മുത്തറസൂലിൻ്റെ ഓരം ചേർന്ന് നിന്നു എന്നതുകൊണ്ട് മാത്രം. കോടിക്കണക്കിന് നീഗ്രോ അടിമകൾ കഴിഞ്ഞു പോയിട്ടില്ല. ആരുടെയെങ്കിലും പേര് നമുക്കറിയാവോ? ആരെങ്കിലും ചരിത്രത്തിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിച്ചോ? ഇല്ലല്ലോ, ഇല്ല. അതുപോലെ ഒരു നീഗ്രോ വംശജനാകുന്ന അടിമയായി ജീവിതം ഒടുങ്ങേണ്ടിയിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇന്ന് ചരിത്രത്തിൻ്റെ ഏറ്റവും തിളങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ഏത് ഉന്നത ഉലജാതനും റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. ബിലാൽ തങ്ങൾ കടന്നു വരുമ്പോൾ സയ്യിദുനാ ബിലാൽ, ഞങ്ങളുടെ നേതാവാം ബിലാൽ കടന്നു വരുന്നു എന്നുറക്കെ പറഞ്ഞിരുന്നത് സ്വർണത്തിൻ്റെ വർണ്ണമുള്ള അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. വിജ്ഞാനത്തിൻ്റെ കവാടമെന്ന് മുത്തറസൂൽ വിശേഷിപ്പിച്ച അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. സമ്പന്നതയുടെ ഔന്നിത്യത്തിൽ ജീവിച്ച സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്. വീരനും ശൂരനും വില്ലാളിയുമായ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളാണ്. മഹാനായ അബൂദറുൽ ഗിഫാരി ദൗസ് ഗോത്രത്തിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിൽ ഒരു അബദ്ധം വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇബ്നു സൗദ എന്ന് പ്രയോഗിച്ചു, കറുത്ത സ്ത്രീയുടെ മോൻ എന്ന്. അതുവരെയും ബിലാൽ തങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു പ്രയോഗം സഹാബിവര്യന്മാരാരും പ്രയോഗിക്കാത്തത് ഇദ്ദേഹം പ്രയോഗിച്ചു പോയി. അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരുന്ന റസൂൽ ക്ഷോഭനായി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ചുവന്നു, ദേഷ്യം കൊണ്ട് വിറച്ചു. ഇന്നകം ഫീക്കൽ ജാഹിലിയ യാ ബദർ. പഴയകാല അന്ധവിശ്വാസങ്ങളും അജ്ഞാന കാര്യങ്ങളും വിവരമില്ലായ്മയും പൊട്ടത്തരവും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ശേഷിക്കുന്നല്ലോ അബൂദർറേ എന്ന് അള്ളാഹുവിൻ്റെ റസൂല കേട്ട മാത്രയിൽ തിരിച്ചടിച്ചു. അബൂദറുൽ ഗിഫാരി വലിയൊരു ഗോത്രത്തിൻ്റെ നേതാവാണ്, ഉന്നത കുലജാതനാണ്, ശുദ്ധനാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയതാണ്. അവിടുന്ന് ബിലാൽ ഇബ്നു റബാഹ് താമസിക്കുന്ന ചെറിയ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. മുറ്റത്ത് കടന്നു, ആ വഴിയിൽ കടന്നു, തൻ്റെ കവിൾ ഭാഗം നിലത്ത് വെച്ചു. ബിലാൽ ഇബ്നു റബാഹാവുന്ന ഞാൻ ആക്ഷേപിച്ചു പറഞ്ഞ കറുത്ത കാലിൻ്റെ ഉടമസ്ഥൻ വന്ന് എൻ്റെ കവിള് ചവിട്ടിയാലേ ഞാൻ ഇനി എഴുന്നേൽക്കൂ എന്ന് അദ്ദേഹം ശപഥം ചെയ്തു. ഈ ഒരു പരുവത്തിലേക്ക് അന്നത്തെ ബൂർഷ്യമാരെ മാറ്റി എന്നതാണ് ഇസ്ലാം നടത്തിയ വിപ്ലവം. അദ്ദേഹം അത് ചെയ്തു. പക്ഷേ ബിലാൽ റബാഹ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ ഇറങ്ങി വന്നു. തൻ്റെ ബലിഷ്ഠമായ കാരിരുമ്പിൻ്റെ കരുത്തുള്ള കൈകൾ കൊണ്ട് അബൂദറുൽ ഗിഫാരിയെ പൊക്കിയെടുത്തിട്ട് ആശ്ലേഷിച്ച് മുത്തം കൊടുത്ത് പിരിഞ്ഞു അവർ. ഈ ആധുനിക കാലത്ത് വിജ്ഞാനത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ പഠനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് എന്ത് കാര്യത്തിനും നമ്മൾ ജമിനിയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പോലും നമ്മുടെ നാടുകളിലൊക്കെ ജാതീയത നിലനിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു, മനുഷ്യർ സമാണ്, ആരും തമ്മിൽ വ്യത്യാസമല്ല. ലാ ഫളലൽ അറബിയ്യ അലൽ അജമി, അറബിക്ക് അജമിയേക്കാൾ ഒരു പ്രത്യേകതയുമില്ല. വലാലിൽ അബിയൽ അല അസ്വദ്, വെളുത്തയാൾക്ക് ഒരിക്കലും കറുത്തയാളേക്കാൾ പ്രത്യേകതയൊന്നുമില്ല. കുല്ലുക്കുമിൻ ആദം, എല്ലാവരും ആദമിൻ്റെ മക്കൾ. ആദമുമിൻ തുറാബ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമോ അത് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതും. മനുഷ്യനെ ഒന്നായി കാണാൻ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 13 നമ്മൾ പലപ്പോഴും ഓതുന്നതാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാ ശുഅബൻ വഖബായില ലിതഅറഫു. നിങ്ങൾ ഒരു ആണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും മക്കളാണ്. സൂറത്തുൽ നിസാ തുടങ്ങുന്നത് അങ്ങനെയാണ്.
വഖലഖ മിൻഹുമാ റിജാലൻ കസീറൻ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് മാനവരാശി രൂപപ്പെട്ടത്. അങ്ങനെ മനുഷ്യനെ ഏകത്വത്തോടുകൂടെ സൗഹൃദത്തോടുകൂടെ ഒരാൾക്കും ഭേദമില്ലാതെ ഉള്ള ഭേദം മതത്തിൻ്റെ ആദർശത്തിൽ മാത്രമാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമാണ് നമ്മുടെ അഭിമാനത്തിൻ്റെ വിശ്വാസശാസ്ത്രം. നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ 13ഓളം പോയിന്റുകൾ പറയണമെന്ന് 15ഓളം പോയിന്റുകൾ പറയണമെന്ന് ഞാൻ കരുതിയിരുന്നു. 3 ആയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ഒന്നിച്ച് അള്ളാഹു അനുഗ്രഹിച്ചാൽ നാളെ പറയാം.